ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ പൊട്ടറ്റോ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ രുചികരമായ ഒരു സ്നാക്സാണ്. 4 മണിക്ക് ചായയുടെ കൂടെയോ അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഡബ്ബയിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം സ്നാക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിലേക്ക് പോവാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരുന്നു. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം. ഈ ജീരകം മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ പൊട്ടാറ്റോ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാഷർ കൊണ്ട് നന്നായി മാഷ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനം ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതിലേക്ക് വിതറി കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഗ്രീൻ ചട്നിയുടെ ആവശ്യമുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പിടി മല്ലിയില ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും 1 പച്ചമുളകും 2 ടീസ്പൂൺ പൊട്ടുകടലയും 1 നാരങ്ങയുടെ ചെറിയ പകുതിയും നീരും പുതിനയുടെ 4 ഇലയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അരച്ചു കൊണ്ടുവന്നതാണിത്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലൈസിൻ്റെയും ഓരോ സൈഡിലും ഗ്രീൻ ചട്നി പുരട്ടിയതിന് ശേഷം നമ്മൾ പൊട്ടാറ്റോ ഫില്ലിങ് 2ലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സ്ലൈസിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സ്ലൈസിൻ്റെയും ഓരോ ഭാഗത്തും ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ തവയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരേക്ക് അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ സാൻഡ്വിച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് ആവശ്യമുള്ള അത്രയും സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സാൻഡ്വിച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള സാൻഡ്വിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു സ്നാക്സാണിത്. ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വ്യത്യസ്തമായൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.